നമ്മുടെ ഷാമ്പൂവിന്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന പലരും നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെ ഏത് ഷാമ്പൂ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഒന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഹെർബൽ ആയിട്ടുള്ള ഒരു ഷാമ്പൂ ഉണ്ടാക്കുകയാണ്. ആവശ്യക്കാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യും ചെയ്യാം കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് നമ്മുടെ ഈ ഒരു പാരബൻ ഫ്രീ ആയിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബേസ് തന്നെയാണ്. ആ ബേസ് കണ്ടോ, ഞാൻ ഈ നമ്മുടെ ഈ ഒരു ഈ കലക്കി വെച്ച ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു ഇലകളൊക്കെ തിളപ്പിച്ച് വെച്ച വെള്ളത്തിലിട്ട് നമ്മുടെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഈ പാരബൻ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബേസ് ഒഴിക്കുകയാണ്. പേർലി ഷാമ്പൂവിൻ്റെ ബേസാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വീണ്ടും കുറേശ്ശെയായിട്ട് നമ്മൾ ഒരുപാട് തിക്നെസ്സോട് ഇങ്ങനെ ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ. ഒരു നമ്മുടെ ഷാമ്പൂവിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി ഇപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. ഞാനിപ്പോൾ ഇവിടെ ഷാമ്പൂ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ഹെർബൽ ഷാമ്പൂ വേണ്ടവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലായിടത്തേക്കും കൊറിയറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഹെർബലായിട്ടുള്ള ഷാമ്പൂ ആണ്, ഒരു കെമിക്കലും ഇല്ല. നമ്മൾ ഷാമ്പൂ ബേസ് ഉപയോഗിക്കാണ്ട് നമുക്ക് ഒരിക്കലും ഷാമ്പൂ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഷാമ്പൂ ആണ്. എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഏത് ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു ഷാമ്പൂ ആണ്. ഞാൻ ലൈറ്റ് സ്മെല്ല് കൊടുത്തിട്ടുണ്ട്. ഷാമ്പൂ ആകുമ്പോൾ കുറച്ച് സ്മെല്ല് വേണമല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഷാമ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു നൈറ്റ് മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഞാനൊരു കവർ കൊണ്ട് ഇങ്ങനെ ഇതാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ പതയൊക്കെ ഒന്ന് പോയി നല്ല ക്ലിയർ ബേസ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷാമ്പൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തുളസിയുടെയും അലോവേരയുടെയൊക്കെ ഒരു സ്മെല്ല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഷാമ്പൂ ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്മെല്ലൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓരോ ബോട്ടിൽസോട്ട് ആക്കണം. 150 മില്ലിയുടെ ബോട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഓരോന്നും നമുക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഷാമ്പൂവിൻ്റെ പ്രിപ്പറേഷൻ കേട്ടോ. അപ്പോൾ ഇനി അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു ഹെർബൽ ഷാമ്പൂ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിലേ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. കോൺടാക്റ്റ് നമ്പർ ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോസ്റ്റലായിട്ടും കൊറിയറായിട്ടൊക്കെ ലഭിക്കും കേട്ടോ.